ഹായ്, ദിസ് ഇസ് മീ സ്മിജോ സൈമൺ, ഹോസ്പിറ്റാലിറ്റി കൺസൾട്ടന്റ്. പുതിയതായി ഈ മേഖലയിലേക്ക് യങ് എന്റർപ്രണേഴ്സിന് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് അഡ്വൈസ് ഫോക്കസ്ഡ് ഡിസിപ്ലിൻ. അതായത് ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടായിരിക്കുക. സെക്കൻഡ് തിങ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രത്യേകിച്ചും ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റിൽ പുതിയതായി വരുന്ന എല്ലാ എന്റർപ്രണേഴ്സിനും. റീസൺ ഇതാണ്: ഒന്ന്, നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. ഫിനാൻഷ്യൽ നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. നമ്മൾ എത്രയാണ് പ്രൊജക്റ്റിന്റെ പ്ലാനിങ്, അതിന്റെ ബഡ്ജറ്റിങ് എങ്ങനെയൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, റണ്ണിങ് കോസ്റ്റ് എങ്ങനെയൊക്കെ കാണണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കറക്റ്റ് ഒരു പ്ലാന്, ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ, കാരണം റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്രോത്തിലേക്ക് വരില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ ആ ടൈം ചിലപ്പോൾ ഒരു 1 to 2 years പുതിയ എന്റർപ്രണേഴ്സിന് സ്ട്രഗ്ലിംഗ് ടൈം ആയിരിക്കും. അത് നമ്മൾ സർവൈവ് ചെയ്യാവുന്ന ഉറച്ച തീരുമാനം എടുത്തിട്ട് വേണം ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെയാണ് അതിൽ ഗ്രാജുവലി സക്സസുകളിലേക്ക് വരാം. അല്ലാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സക്സസും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. സമയമെടുത്ത് തന്നെ ചെയ്യേണ്ടതാണ്. അതിനുള്ള പേഷ്യൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഫോക്കസ്ഡ് ആവും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ എന്റർപ്രണേഴ്സിന്. സോ താങ്ക് യു സോ മച്ച്.